ഹായ് ഹലോ, ഇന്നൊരു അടിപൊളി മുറുക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇത് നമ്മൾ ഉരുളക്കിഴങ്ങ് വെച്ചുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനായി 3 ഉരുളക്കിഴങ്ങ് ഇവിടെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ അരച്ചെടുക്കാം കേട്ടോ. ഒട്ടും കട്ടകളില്ലാതെ വേണം കേട്ടോ അത് അരച്ചെടുക്കാനായിട്ട്. കണ്ടില്ലേ, ഈ ഒരു രീതിയിലായിരിക്കണം കേട്ടോ ഇതുണ്ടാവേണ്ടത്. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2.5 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുക്കുന്ന ഉരുളക്കിഴങ്ങിനനുസരിച്ച് അരിപ്പൊടിയുടെ ഒക്കെ അളവിൽ വ്യത്യാസം വരാം കേട്ടോ. എനിക്കിവിടെ 2.5 കപ്പ് അരിപ്പൊടിയാണ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂണ് കായം പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഇതിലേക്ക് എള്ളാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എള്ളിന് പകരം കരിഞ്ജീരകമാണ് എടുത്തിരിക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ നിറയെ ചേർത്ത് കൊടുക്കാം. പിന്നീട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. നമുക്കിതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഉരുളക്കിഴങ്ങിൻ്റെ ആ പേസ്റ്റിൻ്റെ ആ നനവ് കൊണ്ട് തന്നെ നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റും കേട്ടോ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, അരിപ്പൊടിയുടെ അളവിലൊക്കെ ഉരുളക്കിഴങ്ങ് എടുക്കുന്നതിനനുസരിച്ച് മാറ്റം വരാം. ഇനി നമുക്ക് സ്റ്റാറിൻ്റെ ചില്ല് ഇതുപോലെ നൂൽപുട്ടിൻ്റെ അച്ചിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് മുറുക്കിൻ്റെ ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വട്ടത്തിൽ ചുറ്റിയെടുക്കുന്ന ഷേപ്പിലാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് നമുക്ക് വെറുതെ എണ്ണയിലേക്ക് ഇതുപോലെ പീസാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ആദ്യം തയ്യാറാക്കി വെച്ച മുറുക്കുകൾ ഓരോന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആവണ വരെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ അതാ മുറുക്ക് ആദ്യത്തെ ട്രിപ്പ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അതാ രണ്ടാമത്തെ ബാച്ച് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ മുറുക്കുകളും നമ്മളിതുപോലെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പി അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇനി ഒരെണ്ണം പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ക്രിസ്പിനെസ് എത്രമാത്രമാണെന്നുള്ളത്. അതുപോലെ തന്നെ ടേസ്റ്റും അപാര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്ബൊക്കെ ചെയ്യുക. ഓക്കെ, ബൈ.